ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് ട്രിപ്പിൾ വണ്ണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പല സുപ്രധാന സമയങ്ങളിലും നമുക്ക് ഉപയോഗപ്പെടുന്ന പല ടഫ് സിറ്റുവേഷനെയും നമുക്ക് സ്മൂത്താക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ പ്രാക്ടീസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. സത്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ള പല മൈൻഡ് സെറ്റ് പ്രാക്ടീസുകളുടെ ഒരു ഫൗണ്ടേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രാക്ടീസ് കൂടെയാണിത്. കാരണം നമുക്ക് ഒരുപാട് പർപ്പസസിന് വേണ്ടിയിട്ട്, ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും സെൽഫ് ലവിന് വേണ്ടിയാണെങ്കിലും ഹീലിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും, അതുപോലെ നിങ്ങൾക്ക് ഓവർ തിങ്കിങ്ങോ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും കൺഫ്യൂഷൻ മാറി ക്ലാരിറ്റി കിട്ടണോ, അങ്ങനെ ഒരുപാട് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഒറ്റ മെത്തേഡ് യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ പലപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിനായിട്ട് അഫർമേഷൻ പറയും, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും, വിഷൻ ബോർഡ് ചെയ്യും, ജേർണലിങ് ചെയ്യും. പക്ഷേ എപ്പോഴും നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. മൈൻഡിൻ്റെ വലിയൊരു ഭാഗവും നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് കിട്ടുമോ, റിസൾട്ട് എന്ന് കിട്ടും, എന്തുകൊണ്ട് ഇതുവരെ നടന്നില്ല, ഇനി എനിക്ക് ഭാവിയിൽ ഇതുകൊണ്ട് എന്തെങ്കിലും മോശം സംഭവിച്ചാലോ, അയാൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ആൾ എന്തായിരിക്കും എനിക്ക് റിപ്ലൈ തരാത്തത്, ഇങ്ങനെ. അപ്പോൾ നമ്മളറിയാതെ നമ്മളുടെ ആ ഒരു എനർജി, അതുപോലെ സമയം, ഫോക്കസ്, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് കൺട്രോൾ സർക്കിൾ പ്രാക്ടീസാണ്. ഇതിൻ്റെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ പവർ ഉള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇത് മാനിഫെസ്റ്റേഷന് സഹായിക്കുന്നുണ്ട്, സെൽഫ് ലവിന് സഹായിക്കുന്നുണ്ട്, ഓവർ തിങ്കിങ് കുറയ്ക്കാൻ, അതുപോലെ മൈൻഡ് സെറ്റ് ഇംപ്രൂവ് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രാക്ടീസിലേക്ക് പോകാം. അപ്പോൾ ഇത്തരം പല സിറ്റുവേഷൻസിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടൊരു ഒറ്റ കാര്യം മാത്രം മതി. നമ്മൾക്കൊരു ബ്ലാങ്ക് പേപ്പർ, ഒരു വൈറ്റ് പേപ്പർ വേണം. അത് കുറച്ച് വലിയ പേപ്പർ ആണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ ഒരു പേനയും വേണം. ഇനി അതിൻ്റെ പേപ്പറിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു മീഡിയം സർക്കിൾ വരയ്ക്കുക. ഇനി അതിൻ്റെ പുറത്തുകൂടെ കുറച്ചും കൂടെ വലിയ മറ്റൊരു സർക്കിളും കൂടെ വരയ്ക്കുക. ഇത്രയും ഒരു പ്രിപ്പറേഷൻ നമുക്ക് ഈ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാറും. ഇനി ഇന്നർ സർക്കിൾ ഉണ്ടല്ലോ, അകത്തെ ചെറിയ സർക്കിളിൽ എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്നൊന്ന് ജസ്റ്റ് മൈ കൺട്രോൾ എന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് ലേബൽ ചെയ്ത് വയ്ക്കുക. ഔട്ടർ സർക്കിളിൽ എൻ്റെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്നുകൂടെ ഒന്ന് ലേബൽ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഗോള് പിന്തുടരുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, ഇതൊക്കെ വയ്ക്കുക. അപ്പോൾ എല്ലാം അങ്ങനെ ക്ലിയർ ആയിരിക്കില്ല. പലതിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയായിരിക്കും, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം, പല ടെൻഷനുകളും നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം. അപ്പം ഇപ്പോൾ ഗോൾസുകൾ എടുത്തു കഴിഞ്ഞാൽ പലർക്കും പല ഗോൾസ് ഉണ്ട്. ജോലി കിട്ടണം എന്നായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻ ആയിരിക്കാം, ബിസിനസ് ഗ്രോ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ചേഞ്ചോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഔട്ടർ ലെയറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും അല്ലേ? മറ്റൊരാളുടെ അഭിപ്രായം, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആരെന്നെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് അതിനെങ്ങനെ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും, എന്നെനിക്ക് റിസൾട്ട് കിട്ടും, ആര് എന്നെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ എന്താണ് മാർക്കറ്റിലെ സിറ്റുവേഷൻസുകൾ എന്തായിരിക്കും, ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് വർക്കാവുമോ, അങ്ങനെ പല കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന കാര്യങ്ങൾ, ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ലല്ലേ. അതുപോലെ മറ്റൊരാൾ എന്ത് ഡിസിഷൻ എടുക്കും, ഇതൊന്നും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ആ ഔട്ടർ സർക്കിളിൽ എടുക്കുക. അറ്റ് എ ടൈം നിങ്ങൾ ഒരു ഗോള് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോബ്ലം അതിനെ എടുക്കുക, അതിനെ റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ കൺട്രോളിലല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഈ ഔട്ടർ സർക്കിളിലേക്ക് എഴുതി വയ്ക്കുക. ഇനി ഇന്നർ സർക്കിളിലേക്ക് വരാം. അപ്പം ഇന്നർ സർക്കിളിൽ എന്താണ് എഴുതേണ്ടത്? എനിക്ക് കൺട്രോൾ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെന്തൊക്കെയായിരിക്കാം? ഞാൻ ഇന്ന് എന്ത് ആക്ഷൻ എടുക്കും, എനിക്കിന്ന് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒരു സക്സസ്, നിങ്ങളൊരു സ്റ്റഡി സക്സസ് ആണെങ്കിൽ ഇന്ന് എനിക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും, അത് നിങ്ങളുടെ കൺട്രോളിലാണല്ലോ. അതുപോലെ നിങ്ങൾക്ക് എന്ത് സംസാരിക്കാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കൊരു ഹെൽത്തി ആകണമെന്നുണ്ടെങ്കിൽ ഹെൽത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും,
അപ്പം അതൊക്കെയാണ് നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ. ഞാൻ ദിവസവും എത്ര സമയം എൻ്റെ ഗോൾസിന് വേണ്ടിയിട്ട് കൊടുക്കും, അത് നമ്മളുടെ കൺട്രോളിലുള്ളതാണ്. നമ്മളുടെ ടൈമാണ് അതിന് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇന്നർ സർക്കിളിലേക്ക് ഈ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഒരുപാട് ഗോൾസ് അറ്റ് എ ടൈം ഒരു സർക്കിളിലേക്ക് ചെയ്യരുത്. ഒരേ സമയം അറ്റ് എ ടൈം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുക. ഇനി ആ പേപ്പർ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്കൊരു വലിയ റിയലൈസേഷൻ നോട്ടീസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ സ്ട്രെസ്സിൻ്റെ വലിയൊരു ഭാഗവും നമ്മൾ എഴുതി വച്ചിരിക്കുന്ന ആ ഔട്ടർ സർക്കിളിലായിരിക്കും. പക്ഷെ നമ്മളുടെ ഗ്രോത്തിൻ്റെ മുഴുവൻ സാധ്യതയും എവിടെയാണ്? ആ ഇന്നർ സർക്കിളിലാണ്. ഇത് തന്നെയാണ് ഈ ഒരു പ്രാക്ടീസിൻ്റെ ബ്യൂട്ടി. നമുക്ക് കുറച്ചുകൂടെ ക്ലിയറായി നമുക്ക് വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ കൺട്രോളിലുള്ളതും ഇല്ലാത്തതും കൂടിക്കുഴഞ്ഞ് കിടന്നതിൽ നിന്നും നമ്മൾ ഫിൽട്ടർ ചെയ്ത് നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ മാനിഫെസ്റ്റേഷന് കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പലരും ചോദിക്കാറില്ലേ, എനിക്ക് എപ്പോൾ റിസൾട്ട് കിട്ടും? സത്യത്തിൽ അതൊരു ഔട്ടർ സർക്കിളിലാണ്. കാരണം നമുക്കത് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലാണ് നമ്മൾക്ക് ഭാവിയിൽ റിസൾട്ട് കിട്ടുന്നത്. അതായത് ഇന്ന് ഞാൻ എന്ത് ചിന്തിക്കുന്നു, ഇന്ന് ഞാൻ എന്ത് ആക്ഷൻ എടുക്കുന്നു, ഇന്ന് ഞാൻ എൻ്റെ ലൈഫിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതായത് ഇന്നർ സർക്കിളിലുള്ള കാര്യം. ആ ഇന്നർ സർക്കിളിലുള്ള കാര്യങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് ഈ ഔട്ടർ സർക്കിളിൽ കിടക്കുന്ന കാര്യങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതാണ് നമ്മളുടെ ഒരു പവർ. സെൽഫ് ലവിലും ഇതേ കാര്യം തന്നെയാണ് ബാധകം. സെൽഫ് ലവ് എന്നത് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുമോ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിലല്ല. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നത് നിർത്തി ഞാൻ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നതാണ്. അത് നമ്മളുടെ ഇന്നർ സർക്കിളിലാണ്. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് എടുത്തു നോക്കൂ, ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. നമുക്കില്ലാത്ത കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കൂടുകയുള്ളൂ. പക്ഷേ ഇന്ന് നമ്മളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് കാണാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ മൈൻഡ് അവിടെ മാറാൻ തുടങ്ങും. അതും ഇന്നർ സർക്കിളിൽ തന്നെയുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് എന്താണ്? നമ്മുടെ അറ്റൻഷനെ റീഡയറക്റ്റ് ചെയ്യാനും കൂടെ ഉള്ളൊരു സ്കില്ലാണ്. അപ്പോൾ കൺട്രോൾ സർക്കിൾ പ്രാക്ടീസും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ചലഞ്ച് പോലെ ഒന്ന് എടുത്താൽ മതി. 7 ദിവസത്തേക്ക് ഒരു ദിവസം ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് സ്ട്രെസ്സ് തോന്നുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്കിത് ചെയ്യാം. എടുക്കുമ്പോൾ ഒരു കാര്യത്തെ സെലക്ട് ചെയ്തെടുക്കുക. അതിൽ നിങ്ങൾ ഇതെൻ്റെ കൺട്രോളിലാണോ, ഇതെൻ്റെ കൺട്രോളിലല്ലാത്തതാണോ എന്ന് 2 ചോദ്യങ്ങൾ ചോദിക്കുക. അതിന് കിട്ടുന്ന ഉത്തരങ്ങൾക്കനുസരിച്ച് ഔട്ടർ സർക്കിളിലും ഇന്നർ സർക്കിളിലും കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ നമ്മളുടെ മൈൻഡ് സെറ്റിലും വലിയൊരു മാറ്റം കൊണ്ടുവരും. കാരണം നമ്മളുടെ ഒരു ആങ്സൈറ്റി ലെവലുണ്ടല്ലോ, അത് കുറയും. കാരണം ആങ്സൈറ്റിയിൽ കിടക്കുന്ന കാര്യങ്ങളെ മൊത്തം നമ്മൾ ഔട്ടറിൽ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നറിലുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പലപ്പോഴും ആങ്സൈറ്റി നമ്മളുടെ ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴല്ലേ വരുന്നത്. അപ്പം സമാധാനം ഉണ്ടാക്കാൻ എന്ത് പറ്റും? പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് പലതിനും സമാധാനം കണ്ടെത്താനും കഴിയും. അപ്പം അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ എനർജി കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. നമ്മളുടെ വിലപ്പെട്ട സമയവും എനർജിയും വേസ്റ്റ് ചെയ്യരുത്. അത് നമ്മളുടെ ഹാബിറ്റ്സിലേക്ക് മാറ്റുക. നമ്മുടെ എനർജിയൊക്കെ നമ്മുടെ ഹാബിറ്റ്സിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, അതുപോലെ നമ്മുടെ ഗ്രോത്തിലേക്കൊക്കെ മാറ്റുക. അവിടെ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്കൊരു സെൽഫ് ലവ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഗ്രാജുവലി ഡെവലപ്പായി വന്നോളും. അതുപോലെ അങ്ങനെ വരുമ്പോൾ അവിടെ മാനിഫെസ്റ്റേഷൻ അതിശക്തമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൂടെ ലഭിക്കും. ക്ലാരിറ്റി എന്ന് പറയുന്നൊരു ഫൗണ്ടേഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങളൊരു പേപ്പറിൽ ഇന്നർ സർക്കിളും ഔട്ടർ സർക്കിളും ഒക്കെ എഴുതി അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നതൊക്കെ ഒന്ന് കമൻസിലൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.